വനിതാ ബില്ലുമായി അനുബന്ധമായി മറ്റൊരു വിവാദം കത്തിപ്പടരുന്നുണ്ട്. ഡീലിമിറ്റേഷൻ. ആ വാക്കിനൊരു അപകടമുണ്ട്. പുനർനിർണയത്തിന് റീ ഡിസൈൻ എന്ന് പറയുന്ന, അല്ലെ റീകൺസ്ട്രക്ഷൻ എന്നോ റീഡിസൈൻ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ആളുകൾക്ക് പെട്ടെന്ന് കത്തുമായിരുന്നു. ഈ ഡീലിമിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്തോ കുറയ്ക്കുന്നതാണ് എന്നൊരു തോന്നലുണ്ടാവും. കൂട്ടുന്നതിനും ഡീലിമിറ്റേഷൻ വരും. മണ്ഡല പുനർനിർണയം എന്നൊരു കൺസെപ്റ്റാണ്. എന്നാണ് ഇന്ത്യയിൽ മണ്ഡല പുനർനിർണയം എന്ന കൺസെപ്റ്റ് വന്നത്? എന്താണ് അതിൻ്റെ സത്യം? എന്താണ് അതിൻ്റെ മിഥ്യ? അതിൻ്റെ കറുപ്പും വെളുപ്പും എന്താണ്? ഞാൻ സംസാരിക്കുമ്പോൾ 16, 17, 18 ഈ ദിവസങ്ങളിലൊക്കെ പിന്നെ എന്ത് നടക്കുന്നു? പാർലമെൻറ്റ് നടക്കുന്നു. പ്രത്യേക സമ്മേളനമാണ് ആരംഭിച്ചത് 16-ാം തീയതി. അത് 18 വരെ പോകും. ഇതിൽ ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ല് 2026 അവതരിപ്പിക്കുന്നത്. ഭരണഘടനയുടെ 131 ഭേദഗതി ബിൽ 2026. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ലോകസഭകളുടെ എണ്ണം 543 ഇപ്പോൾ ഉള്ളത്. 540 പേർ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. 3 സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ 540-ൽ നിന്ന് 815 സീറ്റ് സംസ്ഥാനങ്ങൾക്കും 35 സീറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 840 സീറ്റിലേക്ക് പാർലമെൻറ്റ് അംഗങ്ങളുടെ, ഇന്ത്യൻ ലോകസഭയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം കൂടും. 543-ൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ 540-ൽ നിന്ന് 840-ലേക്ക് കൂടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വനിതാ സംവരണം, നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊരു ബില്ല് പാസ്സാക്കിയിരുന്നു 2023-ൽ. എല്ലാവരും അതിനകത്ത് വോട്ട് ചെയ്ത് പാസ്സാക്കിയതാണ്. ഇതിൽ 2002-ലെ ഡീലിമിറ്റേഷൻ ആക്ടിന് പകരമായിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. 2002 എന്തെന്ന് ഞാൻ പറയാം, നമുക്ക് കാര്യങ്ങൾ പറയാം. പുതിയ ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ പുനർനിർണ്ണയിക്കുന്ന അധികാരം കേന്ദ്ര സർക്കാരിന് നൽകുന്നതാണ് ഈ ബില്ലിൻ്റെ ഒരു പ്രത്യേകത. ഇനി 2026-ൽ കൊണ്ടുവരുന്ന പുതിയ നിയമത്തിൻ്റെ വനിതാ സംവരണവും മണ്ഡല പുനർനിർണ്ണയവും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരേപോലെ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഭേദഗതികൾക്കായിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. മറ്റ് പ്രധാന കാര്യങ്ങൾ, SC സംവരണ സീറ്റുകൾ 84-ൽ നിന്ന് 136 ഉയരും. പട്ടികവർഗ സീറ്റുകൾ 47-ൽ നിന്ന് 70 സീറ്റായി ഉയർത്താൻ നിർദ്ദേശമുണ്ട്. 850 സീറ്റുകളിലെ 1/3 വനിതാ സംവരണ സീറ്റാവുകയും 2029-ലെ പാർലമെൻറ്റ്, അതായത് ഇപ്പോഴത്തെ പാർലമെൻറ്റിൻ്റെ പീരീഡ് കഴിയുമ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്യും. അതായത് 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കുക. 850-ൽ 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കുക. ഏകദേശം 200-270 സീറ്റോളം സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ബില്ലാണ് വന്നിരിക്കുന്നത്. ഇത് 2023-ൽ പാസ്സാക്കിയ നിയമത്തിൽ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിന് ശേഷം എന്ന ഉപാധി ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു സെൻസസിന് ശേഷവും മണ്ഡല പുനർനിർണയം നടത്തിയിട്ട് ചെയ്യുള്ളൂ. പക്ഷേ അപ്പോൾ വിചാരിച്ചത് വളരെ പെട്ടെന്ന് ഇത് വരുമെന്നാണ്, ഈ മണ്ഡല പുനർനിർണയം വരുമെന്നാണ്. പക്ഷേ 2021-ൽ വരേണ്ടതാണ്, വന്നില്ല. കോവിഡ് കാര്യമാണ് അത് മാറി പോയത്. എന്തായാലും BJP ഇപ്പോൾ 1952-ന് ശേഷം കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ രാജ്യത്തെ പുനർനിർണയം, ഡീലിമിറ്റേഷൻ നടന്നിട്ടുണ്ട്. 1952-ന് ശേഷം അതിൻ്റെ ഒരു ചരിത്രം കൂടി നോക്കുന്നത് നന്നായിരിക്കും. ഭരണഘടനയുടെ 82-ാം അനുച്ഛേദം അനുസരിച്ച് ഓരോ സെൻസസിനും ശേഷം, ഭരണഘടനയുടെ 82-ൽ പറയുന്ന എല്ലാ ഭരണഘടനയുണ്ട്, നല്ല രസമാണ് ഇന്ത്യൻ ഭരണഘടന. 82-ന്റെ അനുച്ഛേദം അനുസരിച്ച് ഓരോ സെൻസസ് കഴിയുമ്പോഴും ഡീലിമിറ്റേഷൻ നടത്തണം. ഒരു കമ്മീഷനെ നിയമിക്കും. ആ കമ്മീഷൻ ഡീലിമിറ്റേഷൻ നടത്തും. അങ്ങനെ 1952-ൽ ഡീലിമിറ്റേഷൻ നടന്നു. 51-ലെ നിയമപ്രകാരം 52-ൽ നടന്നു. സെൻസസ് പ്രകാരം 63-ൽ നടന്നു. 10 വർഷത്തിലാണല്ലോ സെൻസസ്. 63-ൽ നടന്നു. 1973-ൽ നടന്നു. 71-ലെ കണക്കനുസരിച്ച് 2002-ലും നടന്നു. പക്ഷേ 2002-ൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് താഴേക്ക് വരാം. മണ്ഡലങ്ങൾ അതിർത്തി നിർണ്ണയിക്കുമ്പോൾ ഡീലിമിറ്റേഷൻ പ്രധാനമായും ജനസംഖ്യയുടെ തുല്യതയാണ് നോക്കുക. ഇവിടെയാണ് ഇഷ്യൂ. ജനസംഖ്യാ നിയന്ത്രണം നടത്തിയ സംസ്ഥാനങ്ങൾക്ക് എണ്ണം കുറഞ്ഞു പോകുമോ? എണ്ണത്തിൽ കുറവ് വരില്ല, പക്ഷേ ഈ റേഷ്യോ എടുക്കുമ്പോൾ കുറഞ്ഞു വരുമോ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മണ്ഡല സംവരണം ചെയ്യുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങൾ വരും. 1976-ൽ നടപ്പിലാക്കിയ 42-ാം ഭരണഘടന ഭേദഗതി വഴി 1971-ലെ സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളുടെ എണ്ണം 2001 വരെ ഇനി ചെയ്യേണ്ട, നിലവിലുള്ള തന്നെ തുടരാം എന്ന് പറഞ്ഞ് 2001 വരെ പോയി. പിന്നീട് 84-ാം ഭേദഗതിയിലൂടെ 2026 വരെ വാജ്പേയിയുടെ സർക്കാരും ഇത് നീട്ടിവെച്ചു. അങ്ങനെ 2026 എന്ന് പറയുന്നത് 2 പ്രാവശ്യം മരവിപ്പിച്ചിട്ടുള്ള, അതായത് 1971-ൽ മരവിപ്പിച്ചതും 2002-ൽ മരവിപ്പിച്ചതുമായ 2 പ്രാവശ്യം ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന
ആ നിയമത്തിൻ്റെ കാലാവധി, ആ ഭേദഗതികളുടെ കാലാവധി 2026 അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും ചർച്ചയ്ക്ക് വന്നത്. 71 സെൻസസ് പ്രകാരമാണ് എല്ലാ കാലത്തും നടന്നത്. എന്നാൽ 2002 പുനർനിർണ്ണയം നടന്നത്, കുൽദീപ് സിംഗ് കമ്മീഷൻ പുനർനിർണ്ണയം നടത്തത് സീറ്റുകളുടെ എണ്ണം കൂട്ടാതെ ഈ 543 നിർത്തി തന്നെ ഒരു പുനർനിർണ്ണയമാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഡീലിമിറ്റേഷനെ പിടിക്കാൻ പോയില്ല, ജനസംഖ്യാനുപാതികം പിടിക്കാൻ പോയില്ല. അത് 2001 സെൻസസ് കണക്കാക്കി ചെയ്തതുകൊണ്ട് വലിയ വിവാദം ഉണ്ടായില്ല. മണ്ഡലങ്ങൾ മാത്രമാണ് അങ്ങോട്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ അടൂരായിരുന്നു, അടൂർ കോട്ടയമായി, അങ്ങനെ ഒരുപാട് മാറ്റമൊക്കെ സംഭവിച്ചു. 73 ശേഷം ആകെ ലോക്സഭ സീറ്റുകളുടെ എണ്ണം ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ ഭരണം നിഷ്കർഷിക്കുന്ന തരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെതിരെ 2021 പാർലമെന്റ് തീരുമാനം പാസ്സാക്കിയ വേളയിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2023 ബില്ല് പാസ്സാകുമ്പോൾ ഡീലിമിറ്റേഷൻ അനുസരിച്ച് പിന്നെ സ്ത്രീ സംവരണം വരുന്നതിന് ആരെതിർത്തിട്ടില്ല? പ്രതിപക്ഷ കക്ഷികൾ എതിർത്തിട്ടില്ല. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിയന്ത്രണത്തിൻ്റെ സാഹചര്യത്തിൽ കുറയുമെന്ന വസ്തുത ചൂണ്ടിക്കാട്ടി എതിർക്കുന്നത് എന്തിനാണ്? പക്ക പൊളിറ്റിക്സാണ്. 4-5 സ്റ്റേറ്റിൽ തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് സർക്കാർ ഉപേക്ഷിച്ചാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഉപേക്ഷിച്ച് തോറ്റുപോയാലും 23 സ്ത്രീ സംവരണ നിയമം അതേപടി നിലനിൽക്കും. ആ നിയമം മാറുന്നില്ല. 2027 വീണ്ടും എന്ത് സംഭവിക്കും? സെൻസസ് പൂർത്തിയാക്കി നടത്തും. എന്നാൽ 2011 കുറഞ്ഞ ജനസംഖ്യയായിരിക്കും 2027 തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും കുറയും. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പെരുകിക്കൊണ്ടിരിക്കുന്നതിനാൽ 2011 ജനസംഖ്യ കൂടുതലായിരിക്കും 2027. അപ്പോഴും റേഷ്യോ വളരെ കുറവായിരിക്കും. 34 നീണ്ടു പോവുകയും ചെയ്യും. 27 കണക്കെടുത്താൽ 29 ചെയ്യാൻ പ്രയാസമായിരിക്കും. 34 നീണ്ടുപോകും. വീണ്ടും 6-7 വർഷം കൂടി, 4-8 വർഷം കൂടി നീണ്ടു പോവുകയും ചെയ്യും. അതിൻ്റെ ഫലം 2020 നടപ്പിലാക്കുന്ന കൂടുതൽ നഷ്ടത്തോടെ 2030 നീട്ടിവെക്കാനാണോ പ്രതിപക്ഷം നീക്കുന്നത്? കാരണം പ്രതിപക്ഷത്തിന് എങ്ങനെയായാലും ഇപ്പോൾ പറയുന്ന ഫോർമുല അനുസരിച്ച് പ്രതിപക്ഷത്തിന് തന്നെ നഷ്ടം വരും. വടക്കേ ഇന്ത്യ കംപ്ലീറ്റ് ആർക്ക് കിട്ടും? ഈ പറയുന്ന ഫോർമുല വെച്ചിട്ടാണെങ്കിൽ. പക്ഷേ അങ്ങനെ അല്ലല്ലോ. വടക്കേ ഇന്ത്യ എന്ത് ബഹളം കാണിക്കുമ്പോഴും എല്ലാവർക്കും മാറിയും തിരിഞ്ഞും വരുന്നൊരു മണ്ഡലമാണ്, ഒരു സംസ്ഥാനങ്ങളാണ്. എന്തായാലും 27 സെൻസസ് പൂർത്തീകരിച്ച് മണ്ഡല പുനർ നടത്തിയാൽ 29 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കണക്ക് കൂട്ടൽ BJPക്ക് ഉണ്ടാകും. എന്താണ്? വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളത്. പോസിറ്റീവായാലും നെഗറ്റീവായാലും സ്ത്രീ സംവരണത്തെ എതിർക്കെന്ന് പറയുന്ന പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം ലഭിക്കുന്നതിനാൽ BJP ഈ തോറ്റാലും ജയിച്ചാലും, ഈ ബില്ല് പാസ്സായാലും ബില്ല് ഡിഫെൻഡ് ചെയ്ത് പോയാലും BJPക്കാണ് നേട്ടമുണ്ടാവുക. ഈ കെണിയിൽ വീഴാതിരിക്കണമായിരുന്നു പ്രതിപക്ഷം. അതിന് പകരം റേഷ്യോ ഫിക്സ് ചെയ്യുന്നതിലേക്ക് പോകണമായിരുന്നു. കൃത്യമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും റേഷ്യോ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോയിരുന്നെങ്കിൽ 2029 തെരഞ്ഞെടുപ്പിന് സ്ത്രീ സംവരണവും വന്നേനെ. റേഷ്യോ ഫിക്സ് ചെയ്യുന്ന ഒരു റേഷ്യോ വെച്ചിട്ട്, അല്ല ജനസംഖ്യയുടെ കൂടെ ഒരു റേഷ്യോയും കൂടി ഫിക്സ് ചെയ്യണം. നഷ്ടം വന്നു പോകാതിരിക്കാൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം വന്നു പോകാതിരിക്കാനുള്ള ഒരു പെർസെൻറ്റേജ് റേഷ്യോ സിസ്റ്റം കൂടി വച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കുമായിരുന്നു. അതല്ല പ്രതിപക്ഷം പറഞ്ഞത്. അവർ കേവല രാഷ്ട്രീയമാണ്. ആത്യന്തികമായി നഷ്ടം പ്രതിപക്ഷത്തിന് തന്നെയാണ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും തന്നെയായിരിക്കും.